ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചു. പ്രവാചകത്വം ലഭ്യമായി ആ പ്രവാചകത്വ ദൗത്യവുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്കറിയാം. ആദ്യത്തെ 7 വർഷം പൂർത്തിയാകുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പേരുകൾ എണ്ണിപ്പറയാവുന്ന ചെറിയൊരു സംഘം ആൾക്കാരെ മാത്രമാണ് ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു ആൾക്കൂട്ടത്തെ എങ്ങും സൃഷ്ടിക്കാനോ വലിയൊരു സാമ്രാജ്യം പണിയാനോ 7 വർഷം പിന്നിട്ടപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു ആൾക്കൂട്ടമുണ്ട്. അവരാണെങ്കിലോ അതിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും അടിമകളാണ്. അപ്പോഴും പലരുടെയും അടിമകളാണ്. ചിലർ അഗതികളും നിർധനരുമാണ്. പ്രമാണികളും പാരമ്പര്യമുള്ളവരും ഉന്നത കുലജാതന്മാരുമായിട്ട് ചുരുക്കം ചില ആൾക്കാരൊക്കെ കടന്നു വന്നെങ്കിലും ഇസ്ലാം ആശ്ലേഷിച്ചതോടുകൂടി അവർക്ക് ആ പാരമ്പര്യത്തിൻ്റെ പിൻബലം നഷ്ടമാവുകയും അവർ കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് താരതമ്യേന ദുർബലമായ ഒരു ജനക്കൂട്ടത്തെ, വലിയ ചെറിയൊരു സംഘം ആൾക്കാരെ മാത്രമേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞുള്ളൂ. പക്ഷെ അവർ നിലനിന്നു എന്നതാണ് മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭീഷണിയായത്. ദുർബലരായ ആൾക്കാർ, അടിമകളായ ആൾക്കാർ, കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, എന്നിട്ടും ഈ ചെറുസംഘം ആൾക്കാർ എന്ത് ചെയ്യും നിലനിൽക്കുന്നു എന്നത്, മുഹമ്മദ് നബിയും അദ്ദേഹത്തിലൂടെ ആ മതവും ആ വിശ്വാസധാരയും നിലനിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ ഭീഷണിയായി മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ തലയെടുത്താൽ പിന്നെ വാളിന് പ്രസക്തിയില്ല എന്നതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിഘടനവാദിയെ കൊന്നുകളയാമെന്ന് പോലും ആലോചനകൾ നടത്തി. പക്ഷേ അതിന് വലിയ പ്രതിബന്ധമുള്ളത് ഗോത്രങ്ങൾ തമ്മിലുള്ള പകകളിലേക്ക് കാര്യങ്ങൾ വഴിമാറും. ഈ ഖുറൈശി എന്ന പ്രമുഖമായൊരു ഗോത്രത്തിൻ്റെ ആളുകൂടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആക്രമിക്കുകയോ വധത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു സാമൂഹിക സംഘടനത്തിലേക്ക് പോകുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. കാരണം ഒരു ഗോത്രത്തിൻ്റെ പിന്തുണയുണ്ട്. എന്നാൽ ആ ഗോത്രത്തിൻ്റെ തലതൊട്ടപ്പനായ അബൂ ത്വാലിബ് അപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ നിലനിൽപ്പ് അവർക്ക് വലിയ ഭീഷണിയാവുന്നുണ്ട്. അതുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. താടനങ്ങളുടെയും പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും രൂപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ശക്തമായ ഉപരോധത്തിലേക്ക് ഈ സമൂഹത്തെ 7-ാം വർഷം, നുബുവത്തിൻ്റെ 7-ാം വർഷം തള്ളിയിടുകയുണ്ടായി. മുസ്ലിമീങ്ങളുമായും മുഹമ്മദ് നബിയുടെ ആൾക്കാരുമായിട്ട് സമ്പൂർണ്ണമായ നിസ്സഹരണം പ്രഖ്യാപിക്കപ്പെട്ടു. അവരുമായി ഇടപാടുകളില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല, അവരുമായി വിവാഹ ബന്ധങ്ങളില്ല, ഒരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ശഅബ് ബിൻ അബീ ത്വാലിബ് എന്ന മലഞ്ചെരുവിലേക്ക് വിശ്വാസികൾ താമസിക്കേണ്ടി വന്നു. കുറേ ആൾക്കാരൊക്കെ ഹിജ്റ പോയി. കുറച്ചുപേരൊക്കെ ഹബശയിലും മറ്റുമൊക്കെ ഈ ഹിജ്റ പോയി. ബാക്കിയുള്ള വളരെ കുറഞ്ഞൊരു സംഘം ആൾക്കാർ ശഅബ് ബിൻ അബീ ത്വാലിബിലേക്ക് ഉപരോധം ഏർപ്പെടുത്തി. അവർക്കൊരു സഹകരണമില്ല. ഈ ആൾക്കാർ സഹകരിച്ചില്ലെങ്കിൽ എന്താ, നിലനിന്നാൽ പോരുന്ന ജനങ്ങളുടെ സഹകരണമില്ലാതെ തനിച്ച് നിൽക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അതാ മനുഷ്യൻ സാമൂഹ്യ ജീവി എന്ന് പറയുന്നത്. ഉപരോധം എന്നുള്ളത് ചെറിയ പ്രശ്നമായിരുന്നില്ല. 3 വർഷക്കാലം മുസ്ലിമീങ്ങൾ അനുഭവിച്ചു പോയ പ്രശ്നങ്ങൾ സങ്കീർണമായിരുന്നു. ആ ദിവസങ്ങളിൽ ആഹാരം പോലും വൃത്തിയായി കഴിക്കാൻ അവർക്കില്ലായിരുന്നു. എത്രത്തോളം എന്ന് പറയുമ്പോൾ ഈ ഉപരോധമൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ രോഗം ബാധിച്ച് മരണപ്പെടുന്ന. ആ രോഗത്തിൻ്റെ കാരണം പോലും ആ കാലയളവിൽ അവരനുഭവിച്ചു പോയിട്ടുള്ള പ്രശ്നങ്ങളാണ്. കഴിക്കാൻ ഭക്ഷണമില്ല. ഈ മരത്തിൻ്റെ ഒരു തോല് ഉണങ്ങിക്കിടന്നത് കിട്ടിയപ്പോൾ അത് ഇറച്ചി കിട്ടിയതുപോലെ, മാംസാഹാരം കിട്ടിയതുപോലെ കൗതുകത്തോടെ എടുത്തുകൊണ്ടുപോയി വെള്ളത്തിൽ നനച്ച് കുതിർത്ത് അത് ചവച്ച് തിന്നേണ്ടി വന്ന സഹാബാക്കൾ. അത്രയും വലിയ പട്ടിണിയാണ്. കാരണം ആരും ഒന്നും കൊടുക്കുന്നില്ല, വാങ്ങിക്കുന്നില്ല. നിസ്സഹകരണം വലിയ പ്രശ്നമാണ്. ഉപരോധം വലിയ പ്രശ്നമാണ്. ഇന്ന് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നം ഉപരോധമാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് അവർക്ക് അവരുടെ എണ്ണയും മറ്റു സമ്പത്തുകളും അവരുടെ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ കഴിയാത്തിടത്തോളം കാലം ആ രാജ്യം പുറകോട്ട് പോകും. സാമ്പത്തികമായി പുറകോട്ട് പോകും തോറും ആഗോള മാർക്കറ്റിൽ അവരുടെ നാണ്യത്തിന് മൂല്യമില്ലാതെ പോകും. അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് പട്ടിണി ഉണ്ടാകും. അതാ പ്രശ്നം. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ കാരണം പ്രധാനമായിട്ടും ഈ ഉപരോധമാണ്. എക്സ്പോർട്ട് നടക്കുന്നില്ല. അവരുടെ എണ്ണ സമ്പത്ത് പുറം രാജ്യങ്ങൾ ഏറ്റെടുക്കുകയും കച്ചവടം നടക്കുകയും ചെയ്താലേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതും അതുപോലെയാണ്. കൊടുക്കാനും വാങ്ങിക്കാനും ആളില്ല. വിശ്വാസികൾ പരിപൂർണമായി പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടു. ഈ ശത്രുക്കളിൽ പോലും പലർക്കും ദൈവം തോന്നിപ്പോയി. മുസ്ലിമീങ്ങളുടെ അവസ്ഥ കണ്ടിട്ടേ
ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കൾ രഹസ്യമായി അല്പം ധാന്യങ്ങൾ അവർക്ക് കൊടുക്കാമെന്ന് കണക്കാക്കി രഹസ്യമായി നീക്കം നടത്തി. വളരെ ആസൂത്രിതമായി ശഅബ് ഇബ്നു അബീ ത്വാലിബിലേക്ക് അല്പം ധാന്യം കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതും വഴിയിൽ വെച്ച് പിടികൂടപ്പെട്ടു. കഴിക്കാൻ ആഹാരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇവർ തള്ളപ്പെട്ടു. ആ ഒരു ദയനീയമായ സാഹചര്യം 3 വർഷം തുടർന്നു. 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഉപരോധമൊക്കെ കടന്നവർ പുറത്തു വരുന്നത്. അതാണ് ഈ നുബുവത്തിന്റെ 10-ാം വർഷം. ഈ 3 വർഷം അവർ അനുഭവിച്ച യാതനകൾ കഠിനമായിരുന്നു. ഏറ്റവും ക്ലേശകരമായ പ്രബോധന കാലഘട്ടം എന്നുള്ളത് 7-ാം വർഷം മുതൽ 10-ാം വർഷം വരെയുള്ള കാലഘട്ടമാണ്. ആ 3 വർഷക്കാലം റസൂലുള്ളാഹി തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നു. പരീക്ഷണത്തിന്റെ അങ്ങേ തലക്കൽ. ഉപരോധമൊക്കെ ഒരു വിധത്തിൽ കഴിഞ്ഞു. ആ നിസ്സഹരണ പ്രഖ്യാപനം അസ്ഥിരപ്പെട്ടു. പുറത്തേക്ക് വന്നു ജനങ്ങളുമായി സഹകരിച്ച് നിൽക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പ്രവാചകൻ അഭയം കൊടുത്ത് അബൂ ത്വാലിബ് മരണപ്പെടുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ റമളാൻ മാസമായപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരുടെ മരണം. അണച്ചുപിടിക്കാൻ ഖദീജയും ഇല്ല, സംരക്ഷണ കവചം ഒരുക്കാൻ അബൂ ത്വാലിബും ഇല്ല. ഒറ്റയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് മുമ്പിൽ നിന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു പ്രതീക്ഷകളില്ല. മുമ്പിൽ ആകെ അങ്ങ് വിദൂരത്തെങ്കിലും തെളിഞ്ഞു കണ്ട ഒരു ദീപം എന്നുള്ളത് തോയിഫിലെ ബന്ധുജനങ്ങളാണ്. അവരെ പോയി കണ്ട് അവരുടെ പിന്തുണ കിട്ടിയാൽ മാത്രമേ ഇനി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞുകൊണ്ട് തോയിഫിലെ ജനങ്ങളെ കാണാൻ വേണ്ടി വലിയ പ്രതീക്ഷയോടെ കടന്നു ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഊഷ്മളമായ സ്വീകരണം ഉണ്ടാകുമെന്ന് കണക്കാക്കി. പക്ഷെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അള്ളാഹു റസൂലിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്തു റസൂലിനെ. അവിടെ നാട്ടിപ്പായിക്കപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോരപ്പൊടിയുന്ന ശരീരവുമായിട്ടൊരു മലഞ്ചെരുവിൽ വന്നിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സമ്പൂർണ്ണമായ ആത്മവിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ നാളുകൾ കൂടി അങ്ങനെ കടന്നുപോയി. മുമ്പിൽ വഴികളും മാർഗങ്ങളുമില്ല. പ്രവാചകർക്ക് വേണ്ടിയിട്ട് കളമൊരുങ്ങുന്നു, കാതകളുടെ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് ഉമ്മുഹാനി എന്ന സഹോദരിയുടെ വീട്ടിൽ. ഉമ്മുഹാനി അബൂ ത്വാലിബിന്റെ മകളാണ്. ഉമ്മുഹാനി അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജഅഫർ ബിൻ അബി ത്വാലിബിന്റെയും ഒക്കെ സഹോദരിയാണ് ഉമ്മുഹാനി. ഉമ്മുഹാനിയുടെ വീട്ടിൽ റസൂലുള്ളാഹി ഉറങ്ങാൻ കിടക്കുന്ന ഒരു രാത്രി. ആ രാത്രി ഇരുട്ടി വെളുപ്പിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ദിവസം പ്രഭാതത്തിലേക്ക് വരുമ്പോൾ അന്ന് വരെ ഇല്ലാത്തൊരു ധൈര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് വരെ ഇല്ലാത്തൊരു സ്ഥൈര്യം ഉണ്ടായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അന്ന് വരെ ഇല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ ദിവസം നേരെ കഅബയിലേക്ക് പ്രഭാതത്തിലെ വന്നു പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിരാവിലെ കഅബയിലേക്ക് വന്നു. കഅബയിൽ കണ്ട് പ്രമാണിമാരെയൊക്കെ നോക്കി. അവിടെ ഏറ്റവും വലിയ പ്രമാണിയായ അബൂജഹലിനെ കണ്ടു. അബൂജഹലിന്റെ അടുക്കൽ പോയിട്ട് ആദ്യമായി റസൂൽ ഒരു കാര്യം പറയാണ്, ഞാൻ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഇസ്രാ മിഅ്റാജും പൂർത്തിയാക്കി മടങ്ങി വന്നിരിക്കുന്നു എന്ന്. ആരോടാ പറയുന്നത്? അബൂജഹലിനോട് ആദ്യം പറഞ്ഞു തുടങ്ങുന്ന ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അബൂജഹലിന്റെ മുമ്പിൽ അത്ര വലിയ ആത്മവിശ്വാസം, അതാ റസൂലുള്ളത്. ഈ പ്രവാചകൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണല്ലോ അബൂജഹൽ. പ്രവാചകൻ പറഞ്ഞു പോയ ഒന്നും അംഗീകരിക്കാത്ത ആൾ, പ്രവാചകൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, പ്രവാചകൻ ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന വ്യക്തി. പ്രവാചകൻ നുബുവത്ത് പോലും അംഗീകരിച്ചില്ല. അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരല്ലേ അബൂജഹൽ. അള്ളാഹുൽ വിശ്വസിക്കാത്ത അറബികളില്ല. അറബികളെല്ലാം അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അള്ളാഹുവിനൊപ്പം ഇടയാളുകളായി ലാത്തയും മുസയും മനാത്തയും അടങ്ങുന്ന പ്രതിഷ്ഠകളെ വെച്ച് പൂജിച്ചു. അത് മാത്രമാണ് അവരെ തെറ്റ്. ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതിന് പിൻബലമായി പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ദൈവ സന്ദേശമാണ് ഞാൻ പറയുന്നത്, ഇതങ്ങ് നിങ്ങളുടെ ദൈവമല്ല, അള്ളാഹുലേക്ക് മാത്രം നിങ്ങൾ തിരിയണം, ഇതിനുള്ള നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതാണ് പ്രവാചകന് പൊതുശത്രുവായി കാണാൻ കാരണമായിട്ടുള്ളത്. പ്രവാചകൻ നുബൂവത്ത് അവർ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പ്രവാചകൻ അംഗീകരിക്കാത്ത, നുബൂവത്ത് അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിന്റെ ലീഡറായി നിൽക്കുന്ന അബൂജഹലിന്റെ മുമ്പിൽ പോയി ആദ്യമായി ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവം, സാധാരണ ഒരു കാര്യമാണ് പറഞ്ഞത്. നുബുവത്ത് പോലും അംഗീകരിക്കുന്നില്ല. ഈ ലാത്തയും മുസയും അടങ്ങുന്ന വിഗ്രഹങ്ങളെങ്ങും നിങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് പ്രതീക്ഷ വേണ്ട, അതൊക്കെ പ്രതിഷ്ഠകളാണ്, എടുത്ത് കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞ ലോജിക്കുള്ള സാമാന്യ യുക്തി കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും പ്രവാചകർ പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത മനുഷ്യരുടെ മുമ്പിൽ ചെന്നിട്ട് അത്യത്ഭുതകരമായ ഒരു സംഭവം പറയണം. അതാണ് ആത്മവിശ്വാസം പ്രവാചകന്റെ, അതാണ് ധൈര്യം റസൂലിന്റെ. ആരോട് പറയണമായിരുന്നു ഇത് ആരോടെ പറയേണ്ടിയിരുന്നുവെങ്കിൽ, അത് പറയണമായിരുന്നെങ്കിൽ അബൂബക്കറിനോട് മാത്രം സ്വകാര്യമായിട്ട് പറയണമായിരുന്നു. അബൂബക്കർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, തൽക്കാലം ആരോടും പറയണ്ട. ഈ സ്റ്റേജിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കില്ല, ഉള്ള കാര്യങ്ങളെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാനും നീയും അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അബൂബക്കറിനോട് സ്വകാര്യമായിട്ട് പറയണ്ടേ. ഇന്ന് അബൂബക്കറിനോട് പറഞ്ഞു റസൂല്, പറഞ്ഞിട്ട് പോലും ഇല്ല. അബൂബക്കർ പോലും അറിയുന്നത് വഴിയിൽ നിന്ന് ശത്രുക്കൾ പറഞ്ഞിട്ടാ.
വഴിയിൽ നിന്ന് ശത്രുക്കൾ പറഞ്ഞ റസൂൽ ഇങ്ങനെ ഒരു സംഭവം യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് അബൂബക്കർ അറിയുന്നത് പോലും വഴിയിൽ നിന്ന് ശത്രുക്കൾ പറഞ്ഞിട്ടാ റസൂൽ വിളിച്ചു പറഞ്ഞിട്ടില്ല. പക്ഷെ റസൂൽ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയാണ്. അബൂജഹലിനോട് തന്നെ അത് പറയാൻ ധൈര്യം കാണിച്ചു. ആ അത്ഭുതകരമായ സംഭവം ഖുർആൻ സംസാരിക്കുന്നില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. ആ ഇസ്രാ പോലും സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന്. ഈ മസ്ജിദുൽ അഖ്സ എന്ന അങ്ങേ തലക്കലുള്ള പള്ളിയിലേക്ക്, പലസ്തീനിലെ പള്ളിയിലേക്ക് ഈ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒറ്റ രാത്രിയിലെ ചില സമയം കൊണ്ട് കടന്നു പോയിട്ട് മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതാ റസൂല് പറയുന്നത്. അവർ നിർത്തിയോ? അതല്ല, അതിനും അപ്പുറത്തേക്ക് 7 ആകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു ചെന്നു എന്ന് റസൂല് പറയുമ്പോ അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുക? അതും ഏറ്റവും വലിയ കൊടിയ ശത്രു. അയാൾക്ക് കിട്ടിയ ഒരു ആയുധം പോലെ ആഹ്ലാദത്തോടെ ഇത് കേട്ടിട്ടു അയാൾ. വലിയ ആഹ്ലാദമായി അബൂജഹലിന്. ഇത് കൊള്ളാം, ഈ ഒരൊറ്റ സംസാരം മതി, ഇതുവരെയുള്ള നിന്റെ കള്ളക്കളികളെല്ലാം പൊളിച്ച് നിന്റെ മുഖം മൂടി അഴിച്ചിടാൻ പോകുന്നു. ജനങ്ങളെ കൊട്ടിഘോഷിച്ച് വിളിച്ചുകൂട്ടി. റസൂല് ചെറുതായി പറഞ്ഞ കാര്യത്തെ ഇയാൾ പിന്നെ വലുതായി പറയാൻ തുടങ്ങി. എല്ലാവരും വിളിച്ചുകൂട്ടി. കാരണം കേട്ടില്ലേ മാളവരെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് പുതിയ കഥ വന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് പലസ്തീനിലേക്ക് പോയി എന്നാ പറയുന്നത്. അതിനപ്പുറത്തുള്ള കഥ കേൾക്കേണ്ടി വന്നില്ല. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ചിരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് പോയിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി. ഇത് വലിയ കോമാളിയായിരിക്കുകയാണ്, കൂടുതൽ തമാശയിലേക്ക് പോകുന്ന കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് അത് വേണമായിരുന്നു സംസാരിക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം വേണമായിരുന്നു. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് വിശ്വാസികളിലേക്ക് ഇറങ്ങി അവർ പരിധി. കുറ്റപ്പെട്ട വിശ്വാസികളെ കണ്ടപ്പോൾ അവർ വളഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. അബൂബക്കറിന്റെ മുമ്പിലേക്ക് മറ്റേ നിന്റെ കൂട്ടുകാരന്റെ കഥ അറിഞ്ഞില്ലേ എന്ന് അയാൾ പറയുന്നൊരു കഥയിൽ നിന്ന് പുതിയ കഥയുണ്ട്. ആകാശങ്ങൾ കടന്നുപോയ കഥ, ഇവിടെ പലസ്തീന്റെ മണ്ണിലേക്ക് പോയ കഥ, നിമിഷങ്ങൾ കൊണ്ട് പോയിട്ട് മടങ്ങി വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒറ്റ ചോദ്യമാണ്, റസൂൽ അങ്ങനെ പറഞ്ഞിരുന്നോ എന്ന്? എന്റെ കൂട്ടുകാരൻ, എന്റെ പ്രവാചകർ അങ്ങനെ പറഞ്ഞോ എന്ന്? അത് ഞങ്ങൾ കൈന്നിട്ട് കച്ചുന്നതല്ല, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ അതേ കഥകളാണ് എന്നാണ് പറയുന്നത്. നമ്മളെ ഏറ്റവും അടുത്ത ചങ്ങാതി, നമ്മൾ ഏറ്റവും നന്നായി അറിയുന്ന, നമ്മൾ ആരുടെ മുമ്പിലും വിട്ടുകൊടുക്കാത്ത ഏറ്റവും നല്ല സുഹൃത്ത്, അത്ര ആത്മാർത്ഥമുള്ള ബന്ധമായിരിക്കും. നമ്മളൊരു കഥ ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കും. ചില ആൾക്കാരോട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കൂട്ടി പറയും. അവനവന്റെ മഹത്വം പറയുമ്പോഴാണ് നമ്മൾ കൂടുതലിട്ട് കാച്ചുക. ഇതേ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കേട്ടുവിട്ട് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ഇയാൾ ഈ കഥകൾ ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ ഇങ്ങനെ തള്ളി മറിച്ചിട്ടുണ്ട്, ഉള്ളതാണെന്ന് ചോദിച്ചാൽ അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, നല്ലവനാണെങ്കിലും കുറച്ച് തള്ളൊക്കെ ഉള്ളതാ എന്ന് പറയലാണ് സ്വാഭാവികം. കാരണം അയാൾക്കറിയാം കൂടെ നടക്കുന്നവനാണ് രാപ്പനേരിയ എന്ന് പറയും പോലെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ അത് അല്പം കടന്ന കൈയായി പോയി എന്ന് അദ്ദേഹത്തിന്റെ യുക്തിയിൽ നിന്നോട് പറയാമായിരുന്നു. പക്ഷെ അതല്ല, അദ്ദേഹം അതിനും അപ്പുറത്തുള്ള കാര്യം പറഞ്ഞു. ഇതിനും അപ്പുറമുള്ള അത്ഭുതങ്ങൾ വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ആകാശത്ത് നിന്ന് സന്ദേശങ്ങൾ വരുന്നു എന്ന് എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ആകാശത്തു നിന്നുള്ള സന്ദേശങ്ങൾ കേട്ടിട്ട് അതെന്നോട് പറയുമ്പോൾ അത് അക്ഷരം പ്രതി വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ രാത്രി കൊണ്ട് ഇതിനുമപ്പുറം സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിലൂടെ സിദ്ദീഖ് എന്ന പേരിലേക്ക് വരുന്നത്, നമുക്ക് എത്ര വലിയ ഒരു ഘട്ടത്തിൽ നിന്ന് റസൂലിനെ കൊണ്ടുപോകണം. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം രണ്ടാമത് പറഞ്ഞ സംഭവം ചേർത്ത് വായിക്കുമ്പോഴാണ് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുക. ഇതിനിടെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയും. അബൂബക്കറിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വേണ്ടായിരുന്നു. ഷിക്കുൽ ഖമർ, ചന്ദ്രനെ പിളർന്നു എന്ന് പറയുന്ന സംഭവം, ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പിടിച്ചേക്കാമായിരുന്നു എന്ന് നമ്മുടെ ഒരു തോന്നലുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ ലോജിക്ക് കൊണ്ട് മാത്രം കാര്യങ്ങളെ അളന്നു തൂക്കുന്ന ഈ കാലഘട്ടത്തിൽ, സയൻസ് കൊണ്ട് മാത്രം കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്യത്ഭുതകരമായ ചില സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. റസൂലിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, മുഅ്ജിസത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നല്ലോ, കുറച്ചുകൂടെ നമുക്ക് പിടിച്ചു നിൽക്കാമായിരുന്നല്ലോ എന്ന നിലയിൽ ദുർബലമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളും എത്തിപ്പെട്ടിട്ടുണ്ട്. നമുക്കിതെങ്കിലും പറയാൻ താല്പര്യമില്ല. ഈ കാര്യങ്ങൾ നമുക്ക് പോലും എവിടെയോ ഒരു ആശങ്ക ഉള്ളതുപോലെ, ഒരു അർദ്ധശങ്ക നമുക്കും എവിടെയോ ഉള്ളതുപോലെ, അങ്ങനെയൊക്കെ നടന്നിരിക്കോ, അങ്ങനെയൊക്കെ പോയിരിക്കോ എന്നുള്ള നിലയിൽ നമുക്ക് പോലും ഒരു ആശങ്ക നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ എവിടെ ശരിയായിട്ടുണ്ട്? ഈ അബൂബക്കർ സിദ്ദീഖ് എന്ന നാമത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അത് പ്രവാചകന്റെ വായിൽ നിന്ന് പോലും കേട്ടിട്ടില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ശത്രു പറഞ്ഞ വാക്ക്, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആ ഈമാൻ ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് അബൂബക്കറിനോട് പ്രവാചകനുണ്ടായ പ്രത്യേകം പ്രിയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന്. അബ്ബുൽ മൻ സദ്ദഖനി അബൂബക്കർ, എന്നെ ആദ്യമായി അംഗീകരിച്ചവനും വാസ്തവീകരിച്ചവനും കൂടിയാണ് അബൂബക്കർ എന്ന്. എന്നെ വിശ്വാസത്തിലെടുത്തവൻ എന്റെ അബൂബക്കറാണെന്ന് രണ്ടാമത് ആലോചിക്കാൻ നിന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്ക് തന്നെ ഉണ്ടെങ്കിൽ
അസാധാരണമായി മനുഷ്യന് സാധാരണ പ്രാപിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നടക്കുക എന്ന അത്ഭുതം ആ വാക്കുകളുണ്ടെങ്കിൽ അത്ഭുതമുണ്ട്. അത് അത്ഭുതം എന്ന് പറയുന്നത് ഈ അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. ചില നിമിഷങ്ങൾ കൊണ്ട്, ചില മണിക്കൂറുകൾ കൊണ്ട് റസൂലുള്ളാഹി പോയിട്ട് മടങ്ങി വന്നു എന്നുള്ളത് ഈ അത്ഭുതകരമാണ്. അത് അത്ഭുതം തന്നെയാണ്. അതിൽ ഒരു അല്പം പോലും അർദ്ധശങ്കയ്ക്ക് പോലും ഇടയില്ലാത്ത പണം വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാ ഈമാൻ. അതിൽ ശങ്ക വേണ്ട. ഒന്നാമത്തെ കാര്യം. ഈ വിഷയത്തിൽ നോക്കുക, നമ്മൾ ഏത് പശ്ചാത്തലത്തിലാണ് റസൂലിന് യാത്രയ്ക്ക് അവസരം ഒരുങ്ങുന്നത്? എത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് റസൂൽ തള്ളപ്പെട്ടപ്പോൾ അടുത്തത് എന്ത് ചെയ്യണമെന്ന്, വാട്ട് നെക്സ്റ്റ്, ഇനി എന്ത് എന്ന് ആലോചിക്കുന്ന ആ അവസരത്തിൽ റസൂലിനെ വിളിച്ചുണർത്തണം. പോകാമെന്ന് റസൂലിന്റെ മുമ്പിലേക്ക് ബർക്ക് എന്നതിൽ നിന്ന് ബുറാഖ് എന്ന വാഹനത്തിന് പേര് പോലും വെച്ചത് പ്രകാശ വേഗതയുള്ള ഒരു മൃഗം. അതാണ് കണക്കാക്കുന്നത്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ്. ആ പ്രകാശ വേഗതയുള്ള ഒരു മൃഗത്തെ അള്ളാഹു സംവിധാനിച്ചിട്ട് ആ വാഹനത്തിൽ റസൂലിനെ കൊണ്ടുപോകുന്നത്. ആ യാത്രയ്ക്ക് വേണ്ടി റസൂൽ ഒരിക്കൽ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് വരെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായ സംഭവത്തിന്റെ ഇടപെടലുണ്ടല്ലോ, പതറി നിന്ന പ്രവാചകൻ അള്ളാഹു കൊടുത്ത ആത്മവിശ്വാസം ഞാനുണ്ട് എന്ന. എല്ലാ പ്രവാചകന്മാരും കടന്നുപോയൊരു ഘട്ടമുണ്ട്. പിടിച്ചു നിൽക്കാൻ ഭൗതികമായി ഒരു പ്രതീക്ഷകളുമില്ലാതെ നിന്നുപോയ സാഹചര്യമുണ്ട് എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളപ്പെടുമ്പോൾ, അതിനകത്തൊരു മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ പെടുമ്പോൾ അവിടെ നിന്നൊരു മോചനം എന്നുള്ളത് സാധ്യമേ ആയിരുന്നില്ല. പക്ഷെ അത്ഭുതകരമാംവിധം അദ്ദേഹം രക്ഷപ്പെട്ടു വന്നതിന്റെ കാര്യം അള്ളാഹുവാണ്. പടച്ചവനിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് സമുദ്രത്തിന്റെ ഊളിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനുള്ള യഖീൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. അഗ്നികുണ്ഡത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വലിച്ചെറിയപ്പെടുമ്പോൾ ആ തീയിൽ നിന്ന് ചാരകമായിട്ടല്ലാതെ പുറത്തു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ളപ്പോൾ അള്ളാഹു സമർപ്പിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അവിടെ നിന്ന് സുരക്ഷിതനായ അദ്ദേഹം മടങ്ങി വന്നെങ്കിൽ അള്ളാഹു മാത്രമാണ് മുമ്പിൽ പ്രതീക്ഷയുള്ളത്. ആർത്തിരമ്പുന്ന ചെങ്കടലും അലറി വിളിക്കുന്ന ഫറോവയുടെ സൈന്യവും ഇതിന് നടുക്കയത്തിൽ പെട്ടുപോയ മൂസ നബി അലൈഹി ഇസ്ലാമും സമൂഹവും ഇവിടെ അവസാനിക്കുന്നു. എല്ലാം ചാപ്റ്റർ ക്ലോസ് ആണ് എന്ന് ജനങ്ങൾ പറഞ്ഞ് മൂസ കൊണ്ട് പെടുത്തിയല്ലോ എന്ന് പറയുമ്പോഴും അവിടെയും രക്ഷയ്ക്കെത്തുന്നത് അള്ളാഹുവാണ്. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഘട്ടത്തിലും എല്ലാവരെയും ഏറ്റെടുത്തിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ. അതിലൊരു ഘട്ടം മാത്രമാണിത്. ഇതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വല്ലാഹുൽ മുസ്തആൻ ഫസ്ബറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കാം, വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന്. വല്ലാഹുൽ മുസ്തആൻ വലാ മാ തസ്ഫൂൻ, നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയിൽ ഞാൻ വിശ്വസിക്കാതിരിക്കുന്ന നിവൃത്തിയിൽ ആ സങ്കടങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം, പക്ഷേ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിലാണ് എന്റെ പ്രതീക്ഷ എന്ന്. ആ റബ്ബിന്റെ പ്രതീക്ഷയാണ് യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നത്, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്. എല്ലാ ഘട്ടത്തിലും എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്ത് അവസാനം ആർക്കും വിശ്വാസികൾക്ക് ഉണ്ടാവാനാണ്. പ്രവാചകന്മാരുടെ മാത്രം കാര്യമില്ല കേട്ടോ, വിശ്വാസികൾക്ക് എല്ലാവർക്കും തുണ പടച്ചവനാ. ജീവിതത്തിന്റെ സങ്കീർണതയിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടും, തളർന്നു പോകാൻ പാടില്ല. അള്ളാഹു ഉണ്ട് എന്ന് ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം നമുക്കറിയാലോ. ഒരു പാഠപുസ്തകം പോലെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? അവർ ജീവിതത്തിൽ ഉണ്ടായ ലൈംഗിക ആരോപണമാണ്, അപവാദം. നാട് നീളെ കാട്ടുതീ പോലെ ഒരു കഥ പടർന്നു. ആയിഷ ബീവിക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട്, സഫാൻ എന്ന ചെറുപ്പക്കാരനുമായിട്ട് അഭിഹിതത്തിന്റെ സാധ്യതകൾ, നൂലാമാലകൾ, കെട്ടുകഥകളായി പ്രചരിച്ചു. അറിഞ്ഞില്ല ആയിഷ ബീവി. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മോശപ്പെട്ട സംസാരങ്ങൾ അങ്ങാടിയിൽ തുടങ്ങുകയും അത് സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കുകയും ചെയ്തപ്പോൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ തൽക്കാലം നീ വീട്ടിൽ പോയി നിൽക്കാൻ. അബൂബക്കറിനെ വിളിച്ച് ആയിഷയെ പറഞ്ഞു വീട്ടിലേക്ക് വിട്ടു. അപ്പോഴും ആയിഷ ബീബി അറിഞ്ഞില്ല, പ്രിയപ്പെട്ട ഉമ്മ അറിഞ്ഞില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന്. അവർ സാധാരണ രീതിയിൽ എന്ന പോലെ വാപ്പയുടെയും ഉമ്മയുടെ അടുക്കൽ ഒത്തുനിന്നു. ചില ദിവസങ്ങൾ കടന്നുപോയി, റസൂൽ ഇടയ്ക്കും കാണാൻ വന്നിട്ടില്ല. അതൊക്കെ സ്വാഭാവികം, വലിയ ഗൗരവമുള്ള ഉത്തരവാദിത്തമുള്ള പ്രവാചകരല്ലേ എന്ന്. ഒരു രാത്രി ഒരു പുറത്തിറങ്ങുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹായിയായ സ്ത്രീ പറഞ്ഞു, കഷ്ടമാണ് താങ്കളുടെ കാര്യമെന്ന്. നിങ്ങളുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള കാട്ടുതീ പോലെ പ്രചരിച്ച കിംവദന്തികൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന്. ആ നിമിഷത്തിലാണ് അവർ അറിയുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം നടക്കുന്നുവെന്ന്. അന്ന് വരെയും പരിശുദ്ധി കാത്തുസൂക്ഷിച്ച പതിവ്രതയായ ആ മഹദി തളർന്നുപോയി, വാടിക്കുഴഞ്ഞു വീണുപോയി. അവർ കണ്ണീര് മാത്രമേ പിന്നെയുള്ള ദിവസങ്ങളിലുള്ളൂ. ദിവസങ്ങൾ ചിലത് കടന്നുപോയി, ആരും കടന്നു വന്നില്ല അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. റസൂലിനെ കാണാൻ പോലും ഇല്ല. ദുഃഖം തളം കെട്ടി കിടക്കുന്ന വീട്ടിനകത്തേക്ക് റസൂൽ മെല്ലെ കടന്നു വന്നു. റസൂൽ കടന്നു വന്നവർ അടുത്തിരുന്നപ്പോൾ ദീർഘമായ ഒരു നെടുവീർപ്പോടുകൂടി പ്രവാചകന്റെ സംസാരം കേൾക്കാൻ അവർ കാതോർത്തു. റസൂൽ പറഞ്ഞു, ആയിഷ നീ നിരപരാധിയായിരിക്കാം ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും നീ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം പടച്ചു തെളിയിക്കും, നീ ഭയക്കണ്ട കേട്ടോ. വലിയ ആശ്വാസമുള്ള വാക്ക്. പക്ഷെ പിന്നെ റസൂൽ പറഞ്ഞു, ഇനി നീ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആയിഷ, അള്ളാഹുവിന്റെ കവാടം തുറന്നു കിടക്കുകയാണ്, പശ്ചാത്തപിക്ക് ആയിഷ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരൊറ്റ വാക്കിൽ ആടിപ്പോയി ആയിഷ റളിയല്ലാഹു അൻഹ, പതറിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ കാട്ടുതീ പോലെ പ്രചരിച്ച് ഈ കിംവദന്തി, ഈ കള്ളക്കഥയിൽ വിശ്വസിച്ചോ എന്ന് ഒരു വേള പതറിപ്പോയി. അവർക്ക് മറുപടിയില്ലായിരുന്നു. അവർ മറുപടി പറയാൻ അബൂബക്കർ വാപ്പ മറുപടി പറയുന്നു. വാപ്പ നിങ്ങൾ മറുപടി പറയാൻ
അപ്പോൾ പറഞ്ഞു, മോളെ ഞാൻ എന്താ പറയുക ഈ വിഷയത്തിൽ, മനുഷ്യനാണല്ലോ എന്നുള്ളതാണ്, ഞാൻ എന്താ പറയുക എന്ന്. അവർ കൂടുതൽ വിഷമത്തിലേക്ക് പോയി. ഉമ്മ നിങ്ങൾ മറുപടി പറയാൻ റസൂലിന്. ഉമ്മർ ഞാനെന്താ മോളെ മറുപടി പറയില്ല, അതിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന്. ആ ഒരു അവസ്ഥ, ഒരു സ്ത്രീ ഇനി ഇതിനപ്പുറത്ത് എവിടെ പെടുക? സ്വന്തം ഭർത്താവ് അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം, സ്വന്തം വാപ്പയും ഉമ്മയും പോലും അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം, ഇനി ഇതിനപ്പുറത്ത് ഇനി എവിടെ നെഞ്ച് പിളർന്ന് കാണിക്കില്ലല്ലോ മാർഗമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു കൊച്ചുകുട്ടിയാ, വലിയ പ്രായമൊന്നുമില്ല, ഞാൻ ഒരുപാടെങ്കിലും പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല, കുറച്ച് ഖുർആൻ മാത്രമേ എനിക്കറിയാവൂ. ഇതൊക്കെ അങ്ങനെയാണ് പറഞ്ഞവർ, അങ്ങനെ തന്നെ പറയുന്ന വാക്കുകൾ. ഇത് മലയാളമൊന്നും ഉള്ളത്, അറബിൽ അങ്ങനെ പറഞ്ഞവർ. ഞാൻ ഒരുപാട് പഠിപ്പറിവുള്ള ആളൊന്നുമില്ല, എനിക്ക് വലിയ പ്രായമില്ല, എനിക്ക് കുറച്ച് ഖുർആനേ അറിയുള്ളൂ, പക്ഷെ ഞാൻ ഒന്ന് പറയാം, യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബിയുടെ വാപ്പാര അതേ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഫസ്ബറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കാം, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അള്ളാഹു എന്നെ സഹായിക്കും, ഈ കെട്ടുകഥകളിൽ നിന്ന് എന്റെ നിരപരാധിത്വം പടച്ചവൻ പുറത്തു കൊണ്ടുവരുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാമെന്ന്. അതാ ആയിഷ ബീവിക്ക് പറയാണ്ടായിരുന്നത്. ആ വേറെ നിവർത്തിയില്ല, പക്ഷെ അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം. 10 ആയത്തുകൾ ഒരാൾക്ക് വേണ്ടിയിട്ട് സൂറത്തുൻ നൂറിൽ 10 വചനങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു ആയിഷ ബീവിയുടെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ട്. അത് കേട്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, വിറച്ചു വീണു. റസൂലുള്ളാഹി വിയർപ്പ് വരികയാണ്. വഹി ഇറങ്ങുമ്പോൾ ഭാരം കാണാൻ റസൂലെന്ന് വിറച്ചിട്ട്, ആയിഷ അൽഹംദുലില്ലാ നിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു എന്ന്. ഇത് കേട്ട മാത്രം ഉമ്മ ഓടി അടുത്ത് വന്നിട്ട്, മോളെ ചെല്ല്, നിന്റെ പ്രിയപ്പെട്ടവൻ വിളിക്കുന്നുവെന്ന്. ഞാൻ പോകില്ല എന്ന് ആയിഷ പറഞ്ഞു. ആരെ മുമ്പിൽ എഴുന്നേറ്റ് ഇന്ന് പോകേണ്ടത്? എന്റെ അഭിമാനം സംരക്ഷിച്ചത്, എന്റെ മാനം പിടിച്ചത് എന്റെ റബ്ബാണെന്ന്. എനിക്ക് നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ റബ്ബിനോടാണ്, എനിക്ക് സ്തുതി പറയാനുള്ളതും റബ്ബിനോടാണ്. എൻ്റെ പരിശുദ്ധിയെ നിങ്ങളാരും അംഗീകരിച്ചിട്ടില്ലല്ലോ എന്ന്. അത് ആയിഷ ബീവിക്ക് പറയാണ്ടായിരുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ധർമ്മസങ്കടത്തിലും പ്രതീക്ഷ അവസാന വാക്ക് അവരെ പോലും പ്രതീക്ഷിച്ചില്ല. ആയിഷ ബീവി അങ്ങനെയല്ല കണക്ക് കൂട്ടിയത്. ആയിഷ ബീവി കണക്കാക്കുന്നത് എൻ്റെ നിരപരാധിത്വം ഒരു സ്വപ്ന ദർശനത്തിലൂടെ എങ്കിലും റസൂലിന് മുമ്പിൽ തെളിയിക്കുമെന്നത് മാത്രമാണ് അവർ ആഗ്രഹിച്ചത്, പ്രതീക്ഷിച്ചത്. പക്ഷെ 10 ആയത്തുകൾ ഇന്നും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൻ നൂറിലെ 10 ആയത്തുകൾ അവർക്ക് വേണ്ടി അവതീർണമായിട്ടുണ്ട്. അതാ റബ്ബ്. അത് നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് നമ്മുടെ മുമ്പിലേക്ക് വാതിൽ തുറന്നു വരും, ജീവിതത്തിന്റെ വഴി തുറന്നു വെക്കും അല്ലാഹു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. റസൂലിന്റെ ജീവിതത്തിന്റെ പ്രബോധന കാലഘട്ടത്തിൽ സത്യം പറഞ്ഞതിന്റെ പേരിൽ, ആദർശം പറഞ്ഞതിന്റെ പേരിൽ, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കേണ്ടി വന്നൊരു മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോയി ആത്മവിശ്വാസത്തിന്റെ നെറുകയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ നടത്തിക്കയറ്റി ഒറ്റ മിറാജിലൂടെ. ഇസ്രാ മിറാജും കഴിഞ്ഞപ്പോ അബൂജഹലിനോട് പോയിട്ടായി കഥ പറഞ്ഞത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ എന്ന്. അതാ ധൈര്യമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അത്ഭുതകരമായ യാത്ര. ഈ അത്ഭുതകരമായ യാത്രയിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ യാത്രയിൽ, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം അന്ന് നിലനിൽക്കുന്നുണ്ട്. ഇത് സ്വപ്നാടനമായിരുന്നു, അത് അല്ല ശരീരവും റൂഹും ഒരുമിച്ചായിരുന്നു, അത് റൂഹ് മാത്രമായിരുന്നു, ഒരുപാട് ചർച്ചകളുണ്ട്. വിശുദ്ധ ഖുർആനും സഹീഹ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് റസൂലുള്ളാഹി ബിൽ ജസദ് തന്നെയാണ് പോയിട്ടുള്ളത്. ശരീരം ഒരു സ്വപ്നാടനമാകുമ്പോൾ അതിൽ പിന്നെ എന്താ അത്ഭുതമുള്ളത്? അതിലെന്താ മുഅ്ജിസത്തുള്ളത്? അത് വലിയ കാര്യമല്ലല്ലോ. പക്ഷെ അതുള്ള ശരീരവും അത് കൃത്യമായി ഖുർആനും സൂറത്ത് നജ്മ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ, സൂറത്ത് ഇസ്രായിന്റെ ആദ്യ ആയത്തിൽ നജ്മും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അള്ളാഹുവിന് ദർബാർ വരെയും റസൂൽ പോയിട്ടുണ്ട്. അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഒരു അവ്യക്തത ഉള്ളത്. ആ വിഷയത്തിൽ കൃത്യമായി നമുക്ക് അറിവ് കിട്ടുന്നത് റസൂൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. അള്ളാഹുവുമായിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട്, അള്ളാഹുവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് 5 നേരത്തെ നമസ്കാരവുമായി റസൂൽ മടങ്ങിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് റസൂൽ റബ്ബിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ അഭിപ്രായം, പ്രബലമായ അഭിപ്രായവും സഹീഹ ഹദീസുകളിൽ നിന്ന് കിട്ടാൻ കഴിയുന്നതും ഖുർആനിലൂടെ പഠിച്ചു നോക്കുമ്പോഴും വ്യക്തമാകുന്ന കാര്യം, റസൂൽ നേരിട്ട് യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു മറയുടെ പിറകുണ്ടായിരുന്നു. ഒരു പ്രവാസത്തിന്റെ എങ്കിലും ഒരു മറയുണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ റസൂൽ അത് വ്യക്തമാക്കുമായിരുന്നു, അല്ലെങ്കിൽ ഖുർആൻ അത് വ്യക്തമാക്കുമായിരുന്നു. പിന്നെ കണ്ടു എന്ന് പറയുന്നത്, വ്യക്തമായി കണ്ട കുറെ കാഴ്ചകളുണ്ട്. ആകാശ ലോകത്ത് പ്രവാചകന്മാർ, നമ്മുടെ മസ്ജിദുൽ അഖ്സ മുതൽ മുൻകാല പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിക്കുന്നു, അവരുമായി സംസാരം നടത്തുന്നു. ഓരോ ആകാശങ്ങളിലും പ്രവാചകന്മാരുമായി ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ആ പ്രവാചകന്മാരൊക്കെ നബിക്ക് കൊടുത്ത ധൈര്യം ഉണ്ടല്ലോ, മർഹബൻ പറഞ്ഞ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതകാലത്തിന്റെ പഴയകാല സ്മരണകളിലേക്ക് കടന്നുപോയ ഘട്ടം കൂടിയാണത്. പ്രബോധന കാലഘട്ടങ്ങൾ, ഓരോ പ്രവാചകനും അനുഭവിച്ച ത്യാഗോജ്ജലമായ പ്രബോധന കാലഘട്ടങ്ങൾ, അതൊക്കെ ഓരോന്നും ഊർജ്ജം നൽകിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അങ്ങനെ കാണാൻ കൊതിച്ച കുറെ മനുഷ്യരെ, കുറെ പ്രവാചകന്മാരെ കൂടി കണ്ടു. അതും കടന്നുപോയി യഥാർത്ഥ രൂപത്തിൽ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീലിനെയും കണ്ടുമുട്ടുന്നത് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അത് വ്യക്തമായി സൂറത്തുൽ നജ്മിൽ പറയുന്നുണ്ട്. ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ റസൂൽ അവിടെ കണ്ടു എന്ന്. സിദ്റത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ, സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നില്ല അവിടെ. റബ്ബുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച പൂർത്തിയാക്കി റസൂൽ മടങ്ങുമ്പോഴാണ് 50 വക്ത് നമസ്കാരം പിന്നെ 5 ആയി ചുരുങ്ങി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്.
ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി, ഒരു വാഗ്ദാനം കൂടി റസൂൽ കൊടുക്കുന്നുണ്ട്. നിന്റെ സമുദായത്തിൽ നിന്ന് ശിർക്കില്ലാതെ, റബ്ബിൽ പങ്കു ചേർക്കാതെ മരണപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മിഅ്റാജിന്റെ രാത്രി. ശിർക്കില്ലാതെ അള്ളാഹുൽ പങ്ക്, അത് വലിയ കൊടിയ തിന്മയാണ്, അത് വലിയ നന്ദികേടാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കുഫ്ർ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും കഠിനമായ നന്ദികേട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, അത് മാപ്പില്ലാത്ത കുറ്റമാണ്. ഈ വിഷയത്തിൽ ഒരു മാപ്പും ഉണ്ടാവില്ല, ആരുടെയും ശുപാർശ ഏശില്ല. അതുകൊണ്ട് ഈ സാധ്യതകളിലേക്ക് പോലും വിരൽ ചൂണ്ടിട്ട് അരുതേ, ആ വഴിക്ക് പോലും പോകരുതേ എന്ന് പറയുന്നത്. ആ വഴിക്ക് പോലും പോകരുതേ എന്ന് ഷിർക്കിന്റെ സാധ്യതയുള്ള വഴിയിലേക്ക് പോലും ചൂണ്ടിയിട്ട് ജനങ്ങളോട് ഗുണകാംക്ഷപൂർവ്വം അരുതേ എന്ന് പറയാൻ കാര്യം, പ്രവാചകന്മാരെ സ്നേഹിക്ക്, ബഹുമാനിക്ക്, ആദരിക്ക്, അപ്പോഴും നിങ്ങൾ എന്റെ ഖബറിനെ പൂജിക്കല്ലേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ആദരവ് ആരാധനയിലേക്ക് വഴിമാറുന്ന ചെറിയൊരു ദൂരമുണ്ടല്ലോ, അത് അബദ്ധമാണ്. നിങ്ങൾ വലിയ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പടച്ചവും മാപ്പ് നൽകും, വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചവും മാപ്പ് നൽകും. നിങ്ങൾക്ക് വേണ്ടി ഈ സ്വർഗ്ഗം ഒരുക്കി കാത്തുവച്ചിരിക്കുന്നു അല്ലാഹു നുസുലൻ മിൻ ഗഫൂരിർ റഹീം. പക്ഷെ നിങ്ങൾ ഈ വിഷയത്തിൽ സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയത്തിൽ എന്തിന് പരീക്ഷണം, ആരോട് ജയിക്കാൻ പരീക്ഷിക്കണം, എന്തിന് വരികൾക്കിടയിലൂടെ സഞ്ചരിക്കണം, എന്തിന് തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കിതാബുകളും വാറോലകളും എടുത്തു നോക്കണം, എങ്ങനെയെങ്കിലും ഒക്കെ അത് ഒന്ന് ദീനിന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് ഖബറുകൾ ചേർന്ന് നിൽക്കുന്ന ആരാധനകൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്തിന് ഈ പരിശ്രമങ്ങൾ? അബദ്ധമല്ലേ അത്? കിടത്തിയിട്ടാണെങ്കിലും നിർത്തിയിട്ടാണെങ്കിലും വിഗ്രഹ രൂപത്തിലാണെങ്കിലും അക്ബർ രൂപത്തിലാണെങ്കിലും പട്ടുപിടിച്ചിട്ടാണെങ്കിലും തിരികത്തിച്ചിട്ടാണെങ്കിലും അല്ലാഹ് അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്നതിലേക്ക് അടുക്കുന്ന ആ ചായ്വ് പോലും പാടില്ലല്ലോ നമുക്ക്. നമ്മുടെ പരലോകം വെച്ച് കളിക്കാൻ പാടുണ്ടോ? തീക്കൊള്ളുകൊണ്ട് തലചൊറിയാന്ന് പറയുമ്പോൾ ആ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത് ഈ വിഷയത്തില് ജനങ്ങളോട് തുറന്നു പറയാൻ പണ്ഡിത ലോകം ധൈര്യം കാണിക്കണം. വേണ്ട, മരണങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് മക്ബറകൾ സന്ദർശിക്കും നിങ്ങൾ, അല്ലാതെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു മക്ബറകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലല്ലേ എന്ന് പറയാൻ കഴിയണ്ടേ പണ്ഡിതന്മാർക്ക്? അതും വസൂലാക്കിയാൽ, അതും കച്ചവടമാക്കിയാൽ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും നരകത്തെ സഹിക്കാൻ മാത്രം എന്ത് കപ്പാസിറ്റി അവർക്കുള്ളതെന്ന് ഖുർആൻ. എന്ത് ധൈര്യത്തിലാണ് മനുഷ്യരെ നിങ്ങൾ ഈ സ്വർഗ നരകങ്ങൾ വെച്ചിട്ട്, പരലോകം വെച്ചിട്ട് നിങ്ങൾ പണമുണ്ടാക്കാൻ നിൽക്കുന്നത്? ഭക്തിയുടെ മറവിൽ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന സ്വർഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കൊടുത്ത വാക്ക് റസൂലിന് മുമ്പിൽ എത്ര ഘട്ടത്തിൽ റസൂൽ പറഞ്ഞു ശിർക്ക് മാത്രം നിങ്ങൾ വെക്കല്ലേ എന്ന്? ഒന്നും ചെയ്യാൻ കഴിയില്ല. നിസ്സഹനായ റസൂൽ നോക്കി നിൽക്കേണ്ടി വരും. ഈ ഉമ്മത്തിൽ നിന്ന് മഹാഭൂരിപക്ഷം ആൾക്കാരും വലിയൊരു സംഘം ആൾക്കാർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ, ഒരു ശുപാർശകന്റെ റോള് പോലും എടുക്കാൻ കഴിയാതെ നിസ്സഹനായി നിൽക്കേണ്ടി വരും റസൂലിനെ ശിർക്ക് വെച്ചാൽ. അല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി ശുപാർശകരായിട്ടെങ്കിലും പ്രവാചകർക്ക് ശബ്ദിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ കാരുണ്യം മതിയില്ലോ, അതിനേക്കാൾ വലിയ ശുപാർശയില്ലല്ലോ. റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരും പാപികളും സ്വർഗത്തിൽ പോവുക. ആ റബ്ബിന്റെ കാരുണ്യത്തിൽ അവർക്ക് ഇടം കൊടുക്കാമെന്ന് റസൂലിന്റെ വാക്ക് മിഅ്റാജിന്റെ രാത്രി. പക്ഷെ ശിർക്ക് വെക്കാൻ പാടില്ല എന്ന്. അത് കടന്നു വന്നപ്പോൾ റസൂലിന് കൊടുത്തുവിട്ട ഗിഫ്റ്റാണ്, നമുക്ക് തന്നുവിട്ട ഗിഫ്റ്റാണ് നമസ്കാരം എന്നുള്ളത്. 50നെ 5 ചുരുക്കി റസൂല് ഇനിയും അങ്ങോട്ട് പോകാൻ വയ്യ മൂസ എന്ന് പറഞ്ഞ് എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് 5 കൊണ്ട് താഴേക്ക് വരുന്നത് നമുക്കൊരു ഗിഫ്റ്റുമായിട്ട്. ലോകത്ത് ഏറ്റവും വലിയ സങ്കടത്തിലേക്ക് പ്രബോധന ജീവിതത്തിൽ ദുനിയാവിൽ വെച്ച് റസൂൽ കടന്നുപോയ ഏറ്റവും ദുഃഖകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ റസൂലിന് മിഅ്റാജിലൂടെയും ഇസ്രായിലൂടെയും റസൂൽ നൽകിയിട്ടുള്ള പ്രതീക്ഷയുണ്ടല്ലോ, അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു സാന്ത്വനമുണ്ടല്ലോ. ആ സാന്ത്വനമാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന നമസ്കാരം. പ്രതീകാത്മകമായ ഒരു മിഅ്റാജ് പോലെയാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. നമസ്കാരം മുനാജാത്തുൽ മുഅ്മിൻ, വിശ്വാസികളുടെ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയാണെന്ന് പുണ്യ നബി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർ നോക്ക്, നിങ്ങൾ എങ്ങനെയാ റബ്ബിന്റെ മുമ്പിൽ റബ്ബുമായി നിങ്ങൾ സംസാരിക്കുന്നതെന്ന്. ഒരു ഇസ്രാ മിഅ്റാജ് നടത്തിയ നമ്മൾ നിസ്കാരത്തില് അള്ളാഹുവിന് ദർബാർ പോലെ ഒരു വിശ്വാസി കടന്നു ചെല്ലുന്ന ഘട്ടമാണ് നമസ്കാരമെന്ന്. അത്ര തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഖുർറത്തു ഐനി ഫിസ്സലാത്ത് ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് 3 കാര്യങ്ങളാണ്. എന്നെ വല്ലാതെ സുഖിപ്പിക്കുന്ന, എനിക്ക് വല്ലാതെ സന്തോഷം നൽകുന്ന, അനുഭൂതി നൽകുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, നമസ്കാരത്തിൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, റബ്ബിലേക്ക് റബ്ബുമായി നടത്തുന്ന ഒരു മുനാജാത്ത്. എന്നും ഇസ്രാ മിഅ്റാജും ചെയ്തിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതിലൂടെയാണ്? നമസ്കാരത്തിലൂടെ. എല്ലാ ദിവസവും ഇനി പ്രശ്നങ്ങൾ സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ റസൂലിനെ വന്നിട്ട് അള്ളാഹു ഇസ്രാ മിഅ്റാജ് നടത്തിക്കാൻ പറ്റില്ല. റസൂൽ സങ്കടവും പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോഴൊക്കെ നിസ്കാരത്തിലേക്ക് ഓടും, പെട്ടെന്ന് നിസ്കരിക്കാൻ പോകും. അരിഹന ബിസ്സലാത്ത്, ഒരു റാഹത്താക്ക് ബിലാലെ, നമസ്കാരത്തിന് വിളിച്ചു പറ. നമസ്കാരത്തിന് സമയമില്ലേ, നമസ്കാരത്തിന് ബാങ്ക് വിളിക്ക്, അരിഹന ബിസ്സലാ, നമസ്കരിച്ചിട്ട് ഒരു റാഹത്ത് എടുക്കട്ടെ എന്ന്, ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന്. ആ അനുഭൂതി നമുക്കിതൊക്കെ അന്യം നിൽക്കുന്ന സംഗതി. നമുക്ക് ഈ നമസ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആന്തരികമായ ചില പ്രക്രിയകളാണ്. കൈയും കാലും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുനിഞ്ഞു നൂന്ന് പോകുക, എഴുന്നേറ്റ് ഓടി അടുത്ത ജീവിതത്തിലേക്ക് പോവുക. നമുക്ക് കണക്കുകൾ കൂട്ടിയെടുക്കാനുള്ള ഒരു ശാന്ത സമയമാണ് നമസ്കാരം എന്നുള്ളത്.
കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒക്കെ ആലോചിക്കാൻ, നാളെക്കുറിച്ചുള്ള പദ്ധതികൾ ഇടാൻ, ഇനി നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാൻ, അതിനു വേണ്ടിയിട്ട് അല്പം ഒരു ആത്മസംയമനത്തോടു കൂടി കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ പറ്റിയ ഒരു സമയം അതാണ് നിസ്കാരം എന്നുള്ളത്. ബാക്കിയെല്ലാം ഇമാമ് പോകുന്ന വഴിക്കാണ്. ഇമാമിന് മറന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും അറിയാതുമില്ല. എല്ലാവരും കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ 2 റക്അത്തല്ലേ ആയോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അത് തന്നെ. അല്ലാതെ ഒരാൾ ശ്രദ്ധയോടെ നിന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റക്അത്തോളം ഉണ്ടാവും. എല്ലാം യാന്ത്രികമാണ്. ആരും പറഞ്ഞില്ലെങ്കിൽ അതങ്ങനെ തന്നെ മഗ്‌രിബ് 2 നിസ്കരിച്ച് മടങ്ങി കൊണ്ടിരിക്കും. അറിയില്ല നമ്മൾ. കാരണം അത്രയും അശ്രദ്ധമായ നമസ്കാരത്തിൽ നിൽക്കുന്നത് അത് അല്ലാഹുവിനുള്ള മുനാജത്താണ്. അത് റസൂൽ പറയുന്നത്. റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കുക. റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് നമസ്കാരം എന്നുള്ളത്. സങ്കടങ്ങളുണ്ടെങ്കിൽ ഓടി വന്ന് നിൽക്കും മനുഷ്യരെ ഒരു മിഅ്റാജ് പോലെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് മാറിയിരുന്ന് നോക്ക്. ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അല്പസമയം ശാന്തമായി റബ്ബിനെ സ്മരിച്ചു നോക്ക്. നമസ്കാരത്തിന് കൈകെട്ടി റബ്ബ് എന്ന ദിക്റിൽ നിങ്ങൾ നിന്ന് നോക്ക്. മല പോലെ വന്ന പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയ ആരാ പ്രശ്നം വെച്ചത്? ആരാ സങ്കടങ്ങൾ വെച്ചത്? റബ്ബ് തന്നെയാണ്. അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, എനിക്ക് രോഗം തന്നവനും എനിക്ക് രോഗം ശുഭപ്പെടുത്തുന്നവനുമാണ് എൻ്റെ റബ്ബ് എന്ന്. എനിക്ക് രോഗം തന്നവൻ എൻ്റെ റബ്ബാണ്, അത് ശുഭപ്പെടുത്തുന്നവനും അവൻ തന്നെയാണ്. അല്ലെ വേറെ ആരുമില്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, അങ്ങോട്ട് എത്തുന്നില്ല ഇവിടെ എത്തുന്നില്ല, എവിടെ പോയാലും സങ്കീർണതകളാണ്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്ന് ഇതിനെന്താ ചെയ്യുക? നിസ്കാരം കൂടി ഒഴിവാക്കി ആ സമയം കൂടി ഓടുക എന്ന നമ്മുടെ തീരുമാനം അതല്ലല്ലോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. ഇതിനൊരു സഹായം വേണ്ടി നമുക്ക്. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കണ്ടേ? കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? സഹായിക്കാൻ പറ്റുന്നവന്റെ മുമ്പിൽ സങ്കടം പറയുക, ഇല്ലാത്തവന്റെ മുമ്പിൽ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നിന്നയാകാൻ പാടില്ല. നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ പറ്റുന്നവനോട് പറയുക, ഇല്ലെങ്കിൽ നമ്മളത് സ്വകാര്യമാക്കുക. ഏത് ഘട്ടത്തിലാണെങ്കിലും വെറുതെ നമ്മുടെ ഇല്ലായ്മയും പൊല്ലായ്മയും ദാരിദ്ര്യം പറഞ്ഞിട്ട് മറ്റുള്ളവർ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആക്ഷേപർഹനാകുന്നതിനേക്കാൾ നിന്നിനാകുന്നതിനേക്കാളും കഴിയുന്നവനോട് പറയുക. അങ്ങനെ കഴിയുന്ന ആരാ ഉള്ളത്? നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നൽകിയ റബ്ബിന്റെ മുമ്പിൽ പറയുക. അതിനുള്ള സമയമാണ്. നമ്മുടെ സങ്കടങ്ങളുമായി റബ്ബിന്റെ മുമ്പിൽ അള്ളാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് നമസ്കരിച്ച് 2 റക്അത്ത് പൂർത്തിയാക്കി നിങ്ങൾ ഇറങ്ങി നിൽക്ക്. റബ്ബിന് സഹായം ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രബോധന പ്രതിസന്ധിയിലൂടെ കടന്നുപോയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബുമായുള്ള മുനാജത്ത് കടന്നു വരുമ്പോൾ കിട്ടിയ സ്ഥൈര്യം, ആ പ്രവാചകന്റെ ഒരു ആത്മധൈര്യം എന്നുള്ള ഇതാണ്. അതാ റസൂൽ അബൂജഹലോട് ഇതിനെ കഥ പറഞ്ഞത്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നീ ഇതിനപ്പുറവും വിശ്വസിക്കില്ല, ഇത് നീ കളിയാക്കാൻ ഉപയോഗിക്കും നമുക്കറിയാം. പക്ഷെ എന്നാലും ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമേ ഇല്ല. ഇതെല്ലാം നടന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ കഥ പറഞ്ഞതുകൊണ്ട്, മിഅ്റാജ് എന്ന സംഭവം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കൊണ്ട് ഒരു പ്രവാചകന്റെ ഒരു അനുയായി പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പിന്നെ അതോടുകൂടി ഇസ്ലാമിന്റെ വളർച്ച മുരടിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. അത് കൂടുതൽ ആൾക്കാരെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുപ്പിച്ചിട്ടേ ഉള്ളൂ. കൂടുതൽ ജനങ്ങൾ റസൂലിലേക്ക് അടുക്കുന്നു, ആ വിശ്വാസധാരയിലേക്ക് അടുക്കുന്നു. ഇന്നും കോടിക്കണക്കിന് മനുഷ്യർ ഇസ്ലാമിനകത്ത് നിൽക്കുന്നു, റസൂലിനെ അനുസരിക്കുന്നു, പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജും വിശ്വസിച്ച് നിൽക്കുന്നുണ്ട് എങ്കിൽ ആ അത്ഭുതങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യർക്കുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ യാത്ര, ഇസ്രാ മിഅ്റാജ് എന്ന മഹത്തായ യാത്ര, അതിൽ അർദ്ധശങ്കയ്ക്ക് പോലും ഇടയില്ലാത്തവണ്ണം അടിയുറച്ച ഈമാൻ നമുക്കുണ്ടാകണം. ആ വിഷയത്തിൽ ശങ്ക വേണ്ട. ഒന്ന്. രണ്ടാമത്, അള്ളാഹു പറഞ്ഞ പൊതുവായ മാപ്പിന്റെ അർഹരാകാൻ വേണ്ടി ശിർക്കിന്റെ വഴിക്ക് പോലും നടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്, ഏത് ധർമ്മസങ്കടത്തിലും പ്രതിസന്ധിയിലും റബ്ബിൽ പ്രതീക്ഷ വെക്ക്. അള്ളാഹു ഇസ്രാ മിഅ്റാജ് നടത്തി പ്രവാചകനെ സ്വീകരിച്ചതുപോലെ ഒരു സ്വീകരണം നമുക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരം റബ്ബ് ഒരുക്കും. ഏത് പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവനെ പുറത്തു കൊണ്ടുവരാൻ റബ്ബുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കുകൾ കൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക. ഏത് ഘട്ടത്തിലും അള്ളാഹുവിന് സഹായം ഉണ്ടാകും. ചിന്തിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്യത്ഭുതകരമായ മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്. അതിൽ ഇതുവരെയുള്ള വിശ്വാസികൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല അത് സംഭവിച്ചോ ഇല്ലയോ എന്ന വിഷയത്തിൽ. പക്ഷെ അത് എന്നാണ്, ഏത് ഡേറ്റിലാണ്, ഏത് വർഷത്തിലാണ് സംഭവിച്ചത് എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നതകൾ ഒരുപാടുണ്ട്. ഒട്ടനവധി അഭിപ്രായമുണ്ട്. പ്രധാനമായിട്ടും ഹിജ്റ കലണ്ടർ എന്ന ഔദ്യോഗിക കലണ്ടർ രൂപപ്പെടുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും പ്രബലമായ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ഒരു കാൽക്കുലേഷൻ കലണ്ടർ സംവിധാനമാണ് അറബിയിൽ നൽകുന്നത്. അന്ന് അവസാനമായി ഒരു കൈകാര്യം ചെയ്തു പോയൊരു കലണ്ടർ സംവിധാനം ആമുൽ ഫീൽ, ആനക്കലഹ വർഷം എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഫീലിൽ പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ. അബ്രഹത്തിൻ്റെ ആനപ്പട കഅബം പൊളിക്കാൻ വേണ്ടി കടന്നു വന്ന ആ പ്രധാനപ്പെട്ട സംഭവത്തെ ആസ്പദമാക്കിയിട്ട് അതിന് മുമ്പും ശേഷവും എന്ന നിലയിലാണ് ലാസ്റ്റ് ഘട്ടങ്ങളിൽ റസൂൽ കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ സമൂഹം ഒരു കലണ്ടർ സംവിധാനത്തെ കണക്കാക്കിയിരുന്നത്. മാസങ്ങളൊക്കെ അന്ന് ഇത് റമദാനും മുഹറവും ഒക്കെ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ കൃത്യമായി ചരിത്രമാകുമ്പോഴും ഇതിൻ്റെ ഡേറ്റുകൾ കൃത്യമായി നമുക്ക് ഇവിടെ കിട്ടും. റസൂലിൻ്റെ ജനനം
കൃത്യമായ ഡേറ്റ് ഇല്ല. അത് കണക്ക് വഹി തുടങ്ങുന്ന കൃത്യമായ ഡേറ്റുകൾ വ്യത്യാസമാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതേപോലൊരു വിഷയമാണ് ഈ ഇസ്രാ മിഅ്റാജിൻ്റെ വിഷയത്തിൽ. ആ വിഷയത്തിൽ പ്രധാനമായും ആൾക്കാർ നമുക്കിടയിൽ കണ്ടുവരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ നുബുവത്തിൻ്റെ 10-ാം വർഷം, ആമുൽ ഹുസുൻ, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ആ വർഷത്തിൻ്റെ റജബ് മാസം 27-ാം രാവിനായിരുന്നു സംഭവം എന്നാണ് പൊതുവിൽ പറയപ്പെടുക. പക്ഷെ അത് ഒരു തീർത്തും ശരിയായ ഒരു വാദഗതിയല്ല. കാരണം ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് പറയുന്ന 10-ാം വർഷത്തിന് റമദാൻ മാസത്തിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നതെന്നാണ് വ്യക്തമായ ഒരു കണക്ക് പറയുന്നത്. ആ ഒരു താരീഖിൽ കാണാൻ കഴിയുന്നത് റജബ് മാസം മിഅ്റാജ് നടക്കുകയും ഇസ്രാ മിഅ്റാജ് നടക്കുകയും പിന്നെ റമദാൻ മാസത്തിൽ ഖദീജ ബീവി മരണപ്പെടുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ചരിത്രമല്ല. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഖദീജ ബീവി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായ അഭിപ്രായം പറയുന്നത് 12-ാം വർഷം, നുബുവത്തിൻ്റെ 12-ാം വർഷമാണ് എന്നാണ് കണക്ക് വരുന്നത്. അപ്പോഴും മാസത്തിൻ്റെ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഏറെയുണ്ട്. റജബ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്, അല്ലെ റബീഉൽ അവ്വൽ എന്ന അഭിപ്രായമുള്ളവരുണ്ട്, റമദാൻ എന്ന അഭിപ്രായമുള്ള പല അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കിടക്കുന്നുണ്ട്. പല അഭിപ്രായമുണ്ട്. അതുകൊണ്ട് റജബ് 27-ാം രാവിനാണ് സംഭവിച്ചത് എന്നതിന് ആധികാരികമായ ഒരു രേഖയുമില്ല. ഡേറ്റിന് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. സംഭവങ്ങൾക്കും ഇതിവൃത്തങ്ങൾക്കും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും ആ ഒരു ഇതിനാണ് ചരിത്രത്തിൽ പ്രാധാന്യമുള്ളത്. ഡേറ്റുകൾക്ക് അത്രയേറെ പ്രസക്തിയുള്ള ഒരു രീതി അന്നുണ്ടായിരുന്നില്ല. ഡേറ്റുകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 27-ാം രാവ് എന്ന നിലയിലേക്ക് ക്ലിപ്തപ്പെടുത്താനുള്ള വകുപ്പും നമ്മുടെ മുമ്പിലില്ല. ഒന്ന്. രണ്ടാമത് അങ്ങനെ 27-ാം രാവിലേക്ക് അതിനെ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടയിൽ കടന്നുകൂടി ചില വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടിയുണ്ട്. ഈ രാത്രിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 100 റക്അത്ത് നമസ്കാരം, ഇതിൽ സവിശേഷമായ 50 വക്ത് നമസ്കാരം കൊടുത്തു വിട്ടു എന്ന് കണക്കാക്കിയിട്ട് 100 റക്അത്ത് നമസ്കാരം ഉണ്ട് എന്നതിലേക്ക് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെങ്കിലും അങ്ങനെ വലിയ വ്യാപകമായിട്ട് അത് 100 റക്അത്തിന് ചർച്ച വരാറില്ലെങ്കിലും അത് കഴിഞ്ഞുള്ള പ്രഭാതത്തിൽ 27-ന്റെ പകൽ ഒരു സുന്നത്ത് നോമ്പുണ്ട് എന്നുള്ളത് വലിയ പ്രചാരത്തിൽ നിലനിൽക്കുകയും ജനങ്ങൾ അത് ഏറ്റെടുത്ത് സ്വീകരിക്കുകയും ചെയ്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ഈ നോമ്പിന് യാതൊരുവിധ പ്രാമാണിക പിന്തുണയുമില്ല. ഈ 12-ാം വർഷം, അനുഭവത്തിൻ്റെ 12-ാം വർഷമാണ് ഇത് സംഭവിച്ചതെങ്കിൽ പോലും 11 വർഷം പിന്നെയും റസൂൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. സഹാബാക്കളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവരാരും ഇങ്ങനെ ഒരു റജബ് 27-ന് സുന്നത്ത് നോമ്പ് പിടിച്ചതായിട്ട് ഒരു ഹദീസ് കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല. ഒരു സഹീഹ് ഹദീസ് നമുക്ക് ലഭ്യമല്ല. ഇല്ല എന്ന് പറയുമ്പോഴാണ് അതിനോട് ആൾക്കാർക്ക് അഭിനിവേശവും ആവേശവും കൂടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. റജബിൽ അങ്ങനെ ഒരു നോമ്പില്ല. ഇല്ലെങ്കിൽ നാളെ തന്നെ പിടിക്കണമെന്നാണ്. ഉണ്ട്, നമുക്ക് തിങ്കളാഴ്ച നോമ്പുണ്ട്, നിങ്ങൾ പിടിക്കണം. വ്യാഴാഴ്ച നോമ്പുണ്ട്, പിടിക്കണം, നല്ലതാണ്. ഒന്നിടെ വിട്ട് നോമ്പ് പിടിക്കും, സുന്നത്താണ്. അയ്യാമുൽ ബീദിൽ നോമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ആ നോമ്പിനെ കുറിച്ച് ചിന്തിക്കാറിയില്ല. റജബ് 27-ന് നോമ്പില്ലെങ്കിൽ ആ പിടിക്കണം എന്ന ആവേശമാണ്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇല്ലാത്തത് ഇത്തിബാ സുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ റസൂലിനെ ഓവർടാക്കിയില്ലല്ലേ. റസൂലൊക്കെ ഒരു 5 വക്ത് നിസ്കാരം റസൂലൊക്കെ നിസ്കരിച്ചിട്ടുള്ളൂ. ഞാനൊരു 25 വക്ത് വരെ നിസ്കരിക്കുന്നുണ്ട് എന്നത് മേന്മയല്ല മനുഷ്യരെ. റസൂലിന് ഈ റജബ് 27 നോമ്പ് പിടിച്ചിട്ടില്ല. റസൂലിനെ വിട്ടുപോയൊരു സംഭവമാണ്. പക്ഷെ ഞാനൊക്കെ റജബ് 27 കറക്റ്റ് നോമ്പ് പിടിക്കുന്ന ഒരാളാണ് എന്ന് റസൂലിനെ ഓവർടാക്ക് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതില്ല ഇസ്ലാമിനകത്ത്. റസൂൽ പഠിപ്പിച്ചതെന്തോ അത് പ്രവർത്തിക്കലാണ് ദീൻ. റസൂൽ ചെയ്യാത്തത് ചെയ്യാതിരിക്കലാണ് ദീൻ. അല്ല കയ്യിൽ നിന്നിട്ട് അങ്ങോട്ട് കാച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ബെറ്റർ മുസ്ലിമാണ് എന്ന അവകാശവാദം ഉണ്ടെങ്കിൽ ഇസ്ലാം അല്ലത്, അള്ളാഹു റസൂലിന്റെ ധിക്കാരമാണെന്ന് മനസ്സിലാക്കുക. ഈ വിഷയത്തിൽ പ്രാമാണിക പിന്തുണയുള്ള ഒരു ഹദീസുകളും നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് ഡേറ്റ് തന്നെ കൺഫ്യൂഷനാണ്, ഇതിന് മാസവും വർഷവും തന്നെ കൺഫ്യൂഷനാണ്. എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഒരു നോമ്പ് ഇവിടെ സ്ഥാപിക്കാൻ ഒരു വകുപ്പുമില്ല എന്നതുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.